മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷനാകും. തീരുമാനം പുറത്തു വന്നിരിക്കുകയാണ്. 2 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ ജീവിതമാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം. കരുത്ത് 2006 മുതൽ കർണാടകയിൽ നിന്ന് 3 തവണ രാജ്യസഭയിലേക്ക് എത്തി. 2021 മോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായി തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് മത്സരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആ പേരിലേക്കാണ് ദേശീയ നേതൃത്വം എത്തിയിരിക്കുന്നത്. ബിജെപി കേന്ദ്ര നേതൃത്വം കേരളത്തിൽ പുതിയ ഒരു പരീക്ഷണത്തിനാണ് ഇപ്പോൾ കൈകൊടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് സജീവമായി സംഘപരിവാറിന്റെ ഒരു അടിസ്ഥാനം ഒരു പാരമ്പര്യവും ഇല്ലാതെ ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഒരു മറ്റൊരാൾ അധ്യക്ഷനാവുന്നത്. ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് കൂടുതൽ പ്രൊഫഷണലായ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി, ഇന്ത്യയിലെ തന്നെ മൊബൈൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനാക്കാൻ തീരുമാനിച്ചത്. നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വളരെ സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്നു. സുരേന്ദ്രന് ഒരു തവണ കൂടി അവസരം കൊടുക്കുമോ, 2 വർഷം കൂടി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് തീരും വരെ സുരേന്ദ്രന് അവസരം കൊടുക്കുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അത് ഉണ്ടായില്ല. 5 വർഷത്തെ ടേം എന്നുള്ളത് നിശ്ചയമായും കേരളത്തിലും പാലിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. അതാണ് അടുത്ത പേരിലേക്ക് മാറിയത്. അപ്പോൾ ആര് എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ MT രമേശാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പരീക്ഷണത്തിന് കേന്ദ്ര നേതൃത്വം കൈകൊടുത്തു എന്ന് വേണം രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലേക്ക് എത്താൻ.